ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു ട്രാവൽ വ്ളോഗ് ആയാലോ. ഇത് വയനാട്ടിലേക്കുള്ളൊരു 1 ഡേ ട്രിപ്പാണ്, ഒരു ഷോർട്ട് ട്രിപ്പാണ്. അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി കേട്ടോ. എന്നിട്ട് ബാലുശ്ശേരി ആ വഴിയാണ് നമ്മളിപ്പം ചുരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരത്തിലൊന്നും അങ്ങനെ വലിയ ബ്ലോക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം എത്താൻ പറ്റി. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു 7 മണി 7:15 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം മഞ്ഞ് അതൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ആസ് യൂഷ്വൽ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരിങ്ങനെ ഓരോ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് ഞങ്ങൾ. പിന്നെ ചുരത്തിൽ ഏറ്റവും മേലെ എത്തിയപ്പോൾ ഞങ്ങളൊന്ന് അവിടെ വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങി കേട്ടോ. ഒരുപാട് പേരിങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ, നമ്മൾ കോഴിക്കോട് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വയനാട് എത്തി. അവിടുന്ന് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പോയത് എന്നൂർ ട്രൈബൽ വില്ലേജിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ പാർക്കിംഗ് ആണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് പാർക്കിംഗ്. അവിടെ ഒരു 50 രൂപ പാർക്കിംഗ് ഫീസ് വരുന്നുണ്ട്. പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, എന്നുവെച്ചാൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ടിക്കറ്റ് എടുക്കാനുണ്ട്. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 9 മണീൻ്റെ മുന്നേ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഇവിടെ ജീപ്പിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അത് ഒരാൾക്ക് 40 രൂപയാണ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് എത്ര പേരാണോ വന്നത് അത്രയും ജീപ്പിന് വേണ്ടി ടിക്കറ്റ് എടുക്കാം. അത് ബോത്ത് സൈഡ് നമുക്ക് കിട്ടും. കാരണം ഇവിടുന്ന് 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. കുറച്ചൊരു ട്രക്കിങ് പോലെയാണ്. അപ്പം അതിന് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവർ ജീപ്പ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാം. അതിനുള്ള ക്യൂ ആണിത്. അപ്പോൾ 2 ലൈനായിട്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. പിന്നെ 9 മണിയാകുമ്പോൾ ജീപ്പ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജീപ്പിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ടിക്കറ്റാണ് കിട്ടുക. ഇപ്പം ഞങ്ങളിത് 5 പേരാണുള്ളത്. അപ്പം നമ്മൾ ഓരോ ഗ്രൂപ്പ് എത്ര പേരാണോ അതിലിങ്ങനെ ഒരു ജീപ്പിൽ 8 പേരാണ് കൊള്ളുന്നത്. അപ്പോൾ എത്ര പേരാണോ ഒരു ഗ്രൂപ്പിൽ വന്നത് അവരിങ്ങനെ കയറ്റിവിട്ട് നമ്മളെ ഒരു നമ്പർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എത്ര പേര് അങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജീപ്പ് ആൾക്കാരെയും കൊണ്ട് മേലേക്ക് പോകും. ഞാൻ കുറച്ച് ദിവസം വരാം. അപ്പോൾ ജീപ്പിൽ ഇങ്ങനെ പോകും. ഈ വഴി നമ്മൾ ഈ മെയിൻ എന്നൂരിലേക്കുള്ള എൻട്രൻസ് കയറിയാൽ തന്നെ അവിടെ ബോർഡ് വരുന്നത് പൂക്കോട് വെറ്റിനറി കോളേജ് എന്നാണ്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഈ എന്നൂർ. പിന്നെ അവിടെ ഒരു ജവഹർ നവോദയ സ്കൂളുണ്ട്, പിന്നെ ഒരു ഏകലവ്യ സ്കൂളുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു കോമൺ പാസേജ് ആണെന്ന് തോന്നുന്നു എല്ലാത്തിനും. പക്ഷേ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ആ സ്കൂളൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ. ഇങ്ങനെ ഒരു ചെറിയൊരു വഴി കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ജീപ്പൊക്കെ വരുന്നത്. പിന്നെ കുറേ കയറാനും ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ പോകണം. വേറെ ഏകലവ്യ
അപ്പോൾ ഇതാണ് എന്നൂരിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. പിന്നെ അവിടെ വരെ ജീപ്പ് പോവുള്ളൂ. ഇവിടെ ഒരു സൈഡിൽ നമ്മളെല്ലാവരെയും ഇറക്കും. പിന്നെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ നടന്നു പോയി കാണാനുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് അവിടെ കയറി കഴിഞ്ഞാൽ ഇത് അവരുടെ ഓഫീസാണ്. ഇവിടെ ഇങ്ങനെ കാണാനൊന്നുമില്ല. ഇവിടെ മെയിൻ ഒരു ഓഫീസുകൾ, പിന്നെ ഇതിൻ്റെയൊക്കെ ആരെ ഇനോഗ്രേറ്റ് ചെയ്തത്, ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന് മേലേക്കാണ് പിന്നെ ആക്ച്വൽ കാഴ്ചകളും പിന്നെ ഈ ട്രൈബൽ ഓരോ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെ മേലെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു ബോർഡ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു 3 മണിക്കൂറോളമൊക്കെ ചിലവഴിക്കാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഓരോന്നും കണ്ട് നടക്കാൻ, പിന്നെ ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു സ്റ്റേജ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെ എന്നൂരെന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുടില് പോലെയുള്ള ഒരു ഇത് കാണാം. മലകൾ കുറേ ഉണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ട് നടക്കണം കുറേ. പിന്നെ ഫസ്റ്റ് കയറിയാൽ തന്നെ പിന്നെ കാണുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികൾക്കൊക്കെ പറ്റും, സ്ലൈഡും ഊഞ്ഞാലും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ എക്സിബിഷൻസ് പോലെ ചില സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്, നമ്മൾ കരകൗശല വസ്തുക്കളും പിന്നെ കുറേ പച്ചമരുന്നുകൾ, പിന്നെ അവിടുത്തെ ഈ കാപ്പി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ എത്തുന്നത്. ഇവിടേക്ക് പിന്നെ ഇനി അങ്ങോട്ട് ഓരോ കുടിലുകളും പിന്നെ ട്രൈബൽ കുറേ ആചാരങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആദ്യം ഒരു ആർച്ചറീൻ്റെ ഉണ്ട്, അത് 30 രൂപയാണ്. നമുക്കൊരു 6 അമ്പ് ചെയ്യാം. അമ്പല്ല അതേപോലത്തേതാണ് എന്നിട്ട് അവിടെ ചെയ്യുന്നത്. പിന്നെ സമ്മാനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ ഒരു സ്പിന്നിങ് വീലുണ്ട്, നമ്മളിങ്ങനെ ആക്കുമ്പം വെള്ളം തെറിക്കും. അതിനും എന്തോ ഒരു പൈസ ഉണ്ട്. നമ്മളവിടെ പോയി നിന്ന് അവർ തന്നെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഹട്ടിൽ ഇങ്ങനെ നമ്മൾ അരി ഇടിക്കുന്ന പോലെ ഒരു ഓയിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ ചാർജ് ഒന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിൽ കയറി ചെയ്യാം. അതിനടുത്ത് തന്നെ അവിടെ ഉള്ള ഒരാൾക്കാർ സ്റ്റാഫ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇതുപോലെ കുറേ കുടിലുകളാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എഴുതിയില്ല സാമൂഹ്യ പൈതൃകം. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും ഉള്ളിലുണ്ടാവും, മീൻസ് അങ്ങനത്തെ കാഴ്ചകളായിരിക്കും. ഇപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഇവരുടെ സ്റ്റാഫ് ഉണ്ടാകും. അവരിങ്ങനെ ഓരോന്നും ഈ തൊപ്പി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ കയറി ഇവരുടെ പൈതൃകങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ കുറച്ചിങ്ങനെ ഷോയ്ക്ക് വെച്ചതോ അങ്ങനെയൊക്കെയാണ്. ഇതേപോലെ പല പല ഹട്ടിൽ ഓരോ സംഭവങ്ങളായിട്ടാണുള്ളത്. ഇപ്പം കൃഷി അല്ലെങ്കിൽ അവരുടെ ഉത്സവം അങ്ങനെയൊക്കെ ഓരോന്നും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഹട്ടിലും കാണാൻ പറ്റുന്നത്. അതിൻ്റെ പുറത്ത് എഴുതി വെക്കും എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന്. അപ്പോൾ അവിടെ അവരൊരു സ്റ്റാഫ് ഉണ്ടാകും. പിന്നെ അവർ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടാകും അതിൻ്റെത്. എല്ലാത്തിലും നമ്മൾ പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വേണം കേട്ടോ ഉള്ളിൽ പോവാൻ.
ഇതൊക്കെ പണ്ട് അവർ തീ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് തണുപ്പ് കാലത്തൊക്കെ ചൂടിന് വേണ്ടിയിട്ട് തീ കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഓരോ വീടിൻ്റെ മേലെ ഇതൊക്കെ പാകിയത് കാണാം. പിന്നെ ഇങ്ങനെ നമുക്ക് കുറേ ഹട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 8-10ഓളം ഹട്ടുകൾ ഇങ്ങനെ ഉണ്ട്. നമുക്കതെല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ പറ്റും. ഇല്ല, ഒറ്റ പ്രാവശ്യം ഇടുള്ളൂ. ഈ കുടിൽ കണ്ടില്ലേ, ഇത് സംഗീത പൈതൃകമാണ്. അപ്പോൾ ഇവിടെ സംഗീതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാകും. പിന്നെ ഇത് ചെണ്ട, അങ്ങനത്തെ ഒരു ഇതുണ്ടാകും. പിന്നെ അതിൻ്റെയൊക്കെ ഫോട്ടോസും, ഒറിജിനലുള്ള ഫോട്ടോസും വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി എക്സിബിറ്റ് പോലെ വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഗോത്രകല പൈതൃകം. അതെന്ന് വെച്ചാൽ ഇവരുടെ ട്രഡീഷണൽ ഡാൻസ്. ഈ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പാട്ട് പാടാനുണ്ടാവും, കുറച്ച് പേര് ഡാൻസ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് ഒരു 15 മിനിറ്റ് കൂടുമ്പോഴും ഇവരിത് ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഒരു ഡാൻസ് ഇതായിട്ടുള്ള കാണാൻ പറ്റും. അപ്പോൾ ആ ടൈം നമുക്കിങ്ങനെ ഈ കൊട്ടുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് ഇത് കാണാറാണ്. ഞാൻ എടുത്ത് പിന്നെ നമുക്ക് പോവാവുന്നതിൽ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതാണ്, സെൽഫി പോയിന്റ്. അവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഫോട്ടോ എടുക്കുന്ന ഒരു എന്തോ ഇതുണ്ട്. ഇപ്പം അത് പക്ഷേ പൂട്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ അതിനെ ചുറ്റും നമുക്ക് പോയിട്ട് ഫോട്ടോസോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ഇങ്ങനെ ഐ ലവ് എന്നൂർ എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നിൽ നിന്നൊക്കെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല ആർച്ചറി പോയിന്റ്, അവിടെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് പോയത്. 30 രൂപയ്ക്ക് തന്നെ. അവിടെ ഒരു ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാകും. അപ്പോൾ അവരെ ഇൻസ്ട്രക്ഷൻസിൽ നമ്മളിങ്ങനെ ഇത് ചെയ്യാം. അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ജീപ്പുകളൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത്. അപ്പോൾ അവിടുന്ന് പിന്നെ തിരിച്ച് നേരത്തെ വന്നതുപോലെ ആൾക്കാരെ കയറ്റി ഓരോ ടോക്കൺ നമ്പർ നമ്മൾ എടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് വണ്ടി താഴേക്ക് പോകും. അങ്ങനെ 8 പേരെ തന്നെ കപ്പാസിറ്റി. അങ്ങനെ നമ്മൾ താഴേക്ക് പോയി. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി വരെ ഞങ്ങൾ അവിടെ നിന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ, 2.5-3 മണിക്കൂറിനടുത്തോളം ഞങ്ങൾ അവിടെ ഓരോന്ന് കാണാൻ നിന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ അടുത്തുനിന്ന് തന്നെ ഞങ്ങളൊരു ലഞ്ചും കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് പൂക്കോട് ലേക്കിലേക്കാണ്. അത് ഇതിന് ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 1.5 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ പാർക്കിംഗ്, അവിടെ പോകുമ്പം ഞാനൊരു കാര്യം പറയാം, നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു പോയിന്റ് പാർക്കിംഗ് കാണും, അവിടെ വെക്കുന്നതാണ് നല്ലത്. മറ്റത് കുറേ ഉള്ളിലേക്ക് പോയിട്ട് കുറച്ചധികം മുന്നിലേക്ക് പോകണം, ഒരുപാട് നടക്കണം. അപ്പം ഈ ഫസ്റ്റ് പോയിന്റിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെയും ടിക്കറ്റ് എടുക്കാനുണ്ട്. അത് ഒരാൾക്ക് 40 രൂപ എൻട്രി ടിക്കറ്റ് പോലെ. അതിൻ്റെ ഉള്ളിൽ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടത് ഫുഡാണല്ലോ, അപ്പോൾ അതല്ലേ നോക്കുക. വരുന്നുണ്ടോ?
പൂക്കോട് ലേക്കിൽ പിന്നെ മെയിൻ ആക്ടിവിറ്റി എന്തായാലും ബോട്ടിംഗ് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ കയാക്കിങ്ങും ബോട്ടിങ്ങും അങ്ങനെ ഉണ്ട്. അത് 4 സീറ്ററും 7 സീറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചാർജസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് അവിടെയൊക്കെ ചുറ്റൊന്ന് കാണാമെന്ന് വെച്ചു. ബോട്ടിങ് എടുത്തില്ല, കാരണം ഒരുപാട് നേരം നിൽക്കണം. ഓരോ ബോട്ട് ഒഴിയുന്നതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഫിഷ് സ്പാ, എക്വാറിയം, പിന്നെ നമുക്ക് ഈ തടാകത്തിന് ചുറ്റൊന്ന് നടന്നു വരാനും അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവിടെ ഒരുപാട് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് പോകുന്ന വഴിയാണല്ലോ തുഷാരഗിരി. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചു. പിന്നെ ഇവിടേക്ക് അങ്ങനെ നടന്ന് നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണമല്ലോ. അപ്പം അവിടെ എന്ന് വെച്ചാൽ 3 മണിക്ക് ശേഷം അങ്ങനെ നമുക്ക് മൂന്നാമതുള്ള വാട്ടർഫാൾസ് ഉണ്ട്. അത് കാണാൻ പറ്റില്ല, കാരണം അവർക്ക് 6 മണീൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫസ്റ്റുള്ള വാട്ടർഫാൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ വരണമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ വരുന്നവരാണെങ്കിൽ എന്തായാലും ഒരു എക്സ്ട്രാ ഡ്രസ്സ് കയ്യിൽ കരുതിക്കോ. കാരണം വെള്ളം കാണുമ്പോൾ നമുക്ക് എന്തായാലും ചാടാൻ തോന്നും. ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വരുന്നവർ അങ്ങനെ ഇങ്ങനെ കുളിക്കാനും വാട്ടർഫോളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് കുറേ നേരം നമുക്ക് കളിക്കാനൊക്കെ പറ്റും. ഇവിടെ നമുക്ക് പോകുമ്പോൾ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചുറ്റിയിട്ടാണ് വാട്ടർഫാളിൽ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇതാണ് മേലെ ഉള്ള 2 വാട്ടർഫാളിലേക്കുള്ള വഴി. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് 1 കിലോമീറ്ററും വേറെ ഒന്ന് ഒരു 500 മീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ. ഇത് മെയിൻ വാട്ടർഫാൾ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല, അത് തന്നെ. ഇവിടെ ഏകദേശം ഒരു വൈകുന്നേരം ടൈം ആയല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകളില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്. കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെയുള്ളൂ, ഒരുപാട് തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു വെള്ളവും ഒരുപാടില്ല. നമുക്കൊക്കെ ഇങ്ങനെ കുറച്ച് ദൂരത്തിലൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ആ ഒരു ആഴത്തിലൊക്കെ വെള്ളമുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്, താനി മുത്തശ്ശിന്ന്. അപ്പോൾ അതെന്താണെന്ന് പോയി നോക്കിയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു വലിയൊരു മരം കണ്ടത്. ഇത് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്നായിട്ട്, 200ഓളം വർഷം പഴക്കമുള്ളൊരു മരമാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഉൾഭാഗം ഫുള്ള് ഹോളോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ മരത്തിൻ്റെ ഏറ്റവും വേര് ഇപ്പോൾ കാണാമല്ലോ, ഇതേപോലെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ചെറിയൊരു ഹോള് പോലെ ഉണ്ട്. അതിലൂടെ ഒരാൾക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ 2-3 പേർക്കൊക്കെ നിൽക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മരത്തിൻ്റെ മേലെ വരെ കാണാൻ പറ്റും. അതായത് ഉള്ളിൽ ഫുള്ള് ഹോളാണ്. അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ളതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേരൊക്കെ വന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതൊരു ഷോർട്ട് ഒരു വയനാട് ട്രിപ്പാണ്. നമ്മൾ വയനാട് ഉള്ളിലേക്കൊന്നും പോയില്ല, ജസ്റ്റ് പൂക്കോട് വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ തുഷാരഗിരിയും കവർ ചെയ്തു. അപ്പം ഞങ്ങൾ Continue on push.